ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരാൾ 3 ആപ്പിൾ 20 രൂപയ്ക്ക് വാങ്ങി, 2 എണ്ണം 30 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ലാഭമാണെങ്കിൽ ലാഭം ശതമാനം കാണണം, നഷ്ടമാണെങ്കിൽ നഷ്ട ശതമാനം കാണണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 ആപ്പിൾ ഒരാൾ വാങ്ങിക്കുന്നു, എന്നിട്ട് 3 ആപ്പിൾ അല്ല വിൽക്കുന്നത് അല്ലേ. ഒരാൾ 3 ആപ്പിൾ വാങ്ങിച്ചിട്ട് 3 ആപ്പിളാണ് വിൽക്കുന്നതെങ്കിൽ നമുക്കവിടെ എന്താണ് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കേസിൽ നമുക്കറിയാൻ പറ്റുമോ? 3 ആപ്പിൾ 20 രൂപയ്ക്ക് വാങ്ങിയിട്ട് 2 ആപ്പിൾ എന്ത് ചെയ്യുന്നു? 30 രൂപയ്ക്ക് വിൽക്കുവാണ്. അപ്പോൾ എണ്ണം ഇവിടെ എന്തല്ല, സെയിം അല്ല. അപ്പോൾ എണ്ണം സെയിം അല്ലാത്ത കേസിൽ നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇവിടെ എണ്ണവും വിലയുമാണ് ഇവിടുത്തെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. എണ്ണവും വിലയും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ അത് തന്നെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ആദ്യം എപ്പോഴും എണ്ണം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് വില കൊടുക്കുക. അപ്പോൾ എണ്ണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ 3 എണ്ണം എത്ര രൂപയ്ക്ക് വാങ്ങി? 20 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എണ്ണത്തിൻ്റെ അവിടെ 3, വിലയുടെ അവിടെ 20. ഇത് വാങ്ങിയ വിലയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ വാങ്ങിയ വില എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ് നോക്കിക്കേ. 2 എണ്ണം 30 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? വിറ്റു. വിറ്റു എന്ന് പറയുമ്പോൾ വിറ്റ വില അല്ലേ. അപ്പം 2 എണ്ണത്തിൻ്റെ അവിടെ എഴുതി, വില എത്രയാണ്? 30. അതെന്താണ്? വിറ്റ വില ആയതുകൊണ്ട് അതിൻ്റെ നേരെ വിറ്റ വില എന്ന് കൊടുത്തു. അപ്പം ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3ഉം 30ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തായിട്ട് എടുക്കുക? വിറ്റ വിലയായിട്ട് എടുക്കുക. 3 × 30 എത്ര വരും? 3 × 30 അല്ലെങ്കിൽ 30 × 3 എത്രയാണ്? 90 രൂപയാന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കിക്കേ, 2ഉം 20ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് വാങ്ങിയ വിലയായിട്ട് എടുക്കുക. 20 × 2 എത്രയാണ്? 40. അപ്പോൾ വാങ്ങിയ വില 40ഉം വിറ്റ വില 90ഉമാണെങ്കിൽ അവിടെ ലാഭമായിരിക്കുമോ നഷ്ടമായിരിക്കുമോ? ഇവിടെ വാങ്ങിയ വിലയും കാട്ടി വിറ്റ വില കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ലാഭമാണ് ഉണ്ടാവുക. എത്ര രൂപയാണ് ലാഭം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക. 90ഉം 40ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 50 രൂപ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് 50 രൂപയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ലാഭത്തിൻ്റെ ശതമാനമാണ്. അപ്പോൾ ലാഭശതമാനം കാണാനുള്ള ഫോർമുല എന്താണ്? ലാഭശതമാനം ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ ലാഭം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തായിരുന്നു. എത്രയാണ്? 50 അല്ലേ. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയായിരുന്നു? 40 അല്ലേ വാങ്ങിയ വില. അപ്പോൾ ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു എന്താണ്? ശതമാനത്തിലാണ് വേണ്ടത്, അപ്പോൾ ഇൻറ്റു 100. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആവും. നമുക്ക് ഇവിടെ ഒരു 0 കട്ട് ചെയ്ത് കളയാം. പിന്നെ 4ഉം 10ഉം ആണ്. 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസും 10 ആകുമ്പോൾ 5 ടൈംസും വരും. പിന്നെ 2ഉം 50 നമുക്ക് 25 ചെയ്യാമല്ലോ. 2 × 25 ആണ് 50, അല്ലെങ്കിൽ 50യുടെ പകുതി എന്ന് പറയുമ്പോൾ 25. എങ്ങനെ വേണേലും ചെയ്യാം. ഇനി 25 × 5 എത്രയാണ്? 125 അല്ലേ. അപ്പം 125% നമുക്ക് എന്താണ്? ലാഭമാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ. 125% ലാഭം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.